സാൻഫോർഡ് കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യരെ പോലെ തന്നെ ചിരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന റോബോട്ടുകളെ നാം കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് പല സ്ഥലങ്ങളിലും മനുഷ്യർക്ക് പകരം റോബോട്ടുകളെ ഉപയോഗിക്കാറുമുണ്ട്. ഏതായാലും റോബോട്ടുകളുടെ ഒരു പ്രദർശനം ജപ്പാനിൽ നടന്നു. ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന റോബോട്ടുകളുടെ ഒരു പ്രദർശനം. ജപ്പാനിൽ നടന്ന പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണം ഈ റോബോട്ടുകൾ തന്നെയായിരുന്നു. കൈകൊട്ടിയും നൃത്തച്ചുവടുകൾ വെച്ചും അവർ സന്ദർശകരെ വരവേറ്റു. കലാകാരന്മാരും ആർക്കിടെക്റ്റുമൊക്കെയായി ഏകദേശം 1300ഓളം പേരാണ് ഈ റോബോ എക്സിബിഷന്റെ ഭാഗമായത്. ജപ്പാനിലെ ഈ പ്രദർശന നഗരിയിലെത്തിയാൽ പലതരത്തിലുള്ള റോബോട്ടുകളെ നിങ്ങൾക്ക് കാണാനാകും. കൃത്രിമമായി ഘടിപ്പിച്ചിരിക്കുന്ന ലെൻസും വോക്കൽ കോഡും ഒക്കെ ഉപയോഗിച്ച് ഇവർ അതിമനോഹരമായി പാടുകയും ഗിത്താർ വായിക്കുകയും ഒക്കെ ചെയ്യും. ഷോയുടെ ഹൈലൈറ്റ് അസൂണ എന്ന റോബോട്ടാണ്. ഹ്യൂമനോയിഡ് ആൻഡ്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട ഈ റോബോട്ടിന് മനുഷ്യരുടേതുപോലെ മുഖഭാവങ്ങൾ കാണിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ജീവനുള്ള ഒരു പെൺകുട്ടിയുടേതുപോലെയാണ് ഈ റോബോട്ട്. ഡിസൈൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ ചെയർമാനായ കെഞ്ചി കവാസുക്കിയാണ് 29 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള പ്രദർശനം ആരംഭിച്ചത്. സംഗീതജ്ഞരുടെയും ആർക്കിടെക്റ്റുകളുടെയും അങ്ങനെ എല്ലാ തരത്തിലുള്ള കലാകാരന്മാരുടെയും കൂട്ടായ്മയാണ് ഈ പ്രദർശനം. അതുകൊണ്ട് ടോക്കിയോ ജീനിയസ് എക്സ്പോ എന്നാണ് പ്രദർശനത്തിന്റെ പേര് തന്നെ മാറ്റിയിട്ടുള്ളത്. エンターテインメントをする人たちまで非常に多くの人たちが出ますので、その多様性に変化させるためにはただデザインとかアートとかミュージックとかそういう言葉だけではくくれないですから、全体でジーニアスという言葉を使ったわけです。ടോക്കിയോയിലെ സെൻട്രൽ ഗെയിൽ പാർക്കിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം സന്ദർശകരെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ലണ്ടനിലും പ്രദർശനം നടത്തുന്നുണ്ട്. വരും വർഷം ന്യൂയോർക്ക് സിറ്റിയിലേക്കും പ്രദർശനം വ്യാപിപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ.